വെച്ചാൽ സംസാരിക്കണം കേട്ടോ. തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്നിരിക്കണം കേട്ടോ. കേട്ടോ? ഷോ, തലയിൽ പേനുണ്ടോന്നൊരു സംശയം. അതിനെ ഒന്ന് നോക്കിട്ടാണോ? അതിനെന്താ, ഞാൻ എടുത്തു തരാളിയാ. പേന് നോക്കാൻ ഞാൻ മിടുക്കനാ. അമ്പടി കള്ളി. അതെ, പോണില്ലേ? ഓ, സമയം തെറ്റിക്കണ്ടേ? ഏത് കാര്യത്തിനും കൃത്യസമയം പാലിക്കുന്ന ആളല്ലേ പത്മ മേഡം. ബൈ മമ്മേ. ഓ, വേഗം ഓട്ടെ. എടാ, എന്തായി കാണിച്ചിരിക്കുന്നത്? ആ, എന്താ ചെയ്ത്? നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കാ. അച്ഛനെ പോയി. നിന്റെ ഒരു കാര്യം മോളെ, ഇവനെ കൊണ്ടുപോയി ഇതൊന്ന് മാറ്റിക്കാൻ നോക്ക്. സാറേ, സാറേ, സാറിന്റെ മുഖത്തുള്ള നാണം കണ്ടല്ലേ ശരിക്കും പെണ്ണി തന്നെ അല്ലേ നന്ദിനി മോളെ? ഇനിയിപ്പോ ഇത് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചോ. മിക്കവാറും അടുത്ത ദിവസം ഓഫീസിൽ ഇതുപോലെ കയറിച്ചല്ലോ. അതിനുള്ള നിപ്പായി നിക്കുന്ന എന്റെ സാറേ, അതുകൊണ്ട് പോയി മാറ്റിയിട്. സാരിയും ബ്ലൗസും ഒക്കെ ഞാൻ നേരത്തെ ഇട്ടിരുന്ന പോലെ ഹാങ്ങറിലിട്ടേക്കാം. ഈ അടിവസ്ത്രങ്ങളൊക്കെ എന്ത് ചെയ്യുന്നേ? എന്തേ? ഓട്ടെ. സാറിന്റെ ഒരു കാര്യം, പത്മ മേഡത്തിന് ആള് തെറ്റിപ്പോയി. സാറിനോട് എന്ത് കളി കളിച്ചാലും അവര് ജയിക്കാൻ പോകുന്നില്ല. രാജേട്ടാ, എനിക്ക് ആകെ അങ്ങ് നാണായിപ്പോയി. മോളെ, ഇത് സാറിനെ വെല്ലുവിളിച്ചോണ്ട് സാർ ചെയ്തതല്ല. പത്മ മേഡം വെല്ലുവിളിച്ചത് മോളെ. അത് സാറ് വിട്ടുകൊടുക്കില്ല. സാറ് മോളെ വിളിക്കണ ചെല്ലി. സാറിന്റെ ഒരു കാര്യം. എന്ത് വേഷം കെട്ടും കാണിക്കാന്നുള്ളൊരവസ്ഥയാ. പറഞ്ഞിട്ട് കാര്യമില്ല. പ്രോത്സാഹിപ്പിക്കാനും കൈയടിക്കാനും ഒക്കെ ആളുണ്ടാവുമ്പോ ഇതല്ല, ഇതിനപ്പുറവും സംഭവിക്കും. പത്മ, തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ സൂര്യയെ ഒരു കാര്യത്തിനും വെല്ലുവിളിക്കാൻ പാടില്ല. വെല്ലുവിളി തന്റേതാണെങ്കിലും അതിനവൻ മറുപടി പറഞ്ഞിരിക്കും. അത് ചിലപ്പോ അല്പം ക്രൂരമായ വിധത്തിലും ആയിരിക്കും. അതാണ് നമ്മളിപ്പോ കണ്ടത്. എന്ത് ഭംഗിയായിട്ട് അവൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ന്യായീകരിക്കുന്നത്. അവനെ വെല്ലുവിളിക്കാൻ പാടില്ല. അവൻ ആരാ? വെല്ലുവിളിക്കാതെയും കാര്യങ്ങൾ സംസാരിക്കാതെയും അവൻ ആ വേലക്കാരിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ തലയാട്ടി സമ്മതിച്ചു കൊടുക്കണോ? അതിന് പത്മ വേറെ ജനിക്കണം. മത്സരിക്കാൻ പോയപ്പോഴൊക്കെ താൻ തോറ്റിട്ടുണ്ട്. വീണ്ടും തോൽക്കാനാണ് തന്റെ ഉദ്ദേശമെങ്കിൽ തനിക്ക് തുടരാം. ഞാനൊന്നും പറയില്ല. ഇന്ന് അവൻ കാണിച്ച അഹങ്കാരത്തിന് ഇന്ന് തന്നെ അവൻ മറുപടി പറയേണ്ടി വരും. ഉയർത്തിപ്പിടിച്ചെത്താല ഇന്ന് അവനെ കൊണ്ട് ഞാൻ താഴ്ത്തിപ്പിക്കും. ഒന്നും മിണ്ടാതിരിക്കും പത്മ. എടോ, തന്നെ എല്ലാ കാര്യത്തിലും അവനെ എതിർക്കുന്നു, വെല്ലുവിളിക്കുന്നു എന്നൊക്കെ താൻ പറയാറില്ലേ? തിരിച്ചെന്താ പക്ഷെ സംഭവിക്കുന്നത്? മറ്റുള്ള അമ്മമാര് മക്കൾക്ക് മുന്നിൽ അല്പം താണു കൊടുക്കുന്ന പോലെ താൻ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? വിട്ടുകൊടുത്തിട്ടുണ്ടോ? വിട്ടുകൊടുത്താല് വിട്ടുകൊടുത്താൽ എന്താ സംഭവിക്കാം? ഒന്നുകില് പണ്ടൊരു തെരുവ് പെണ്ണിന്റെ പുറകെ അവൻ പോയില്ലേ, അതുപോലെ അങ്ങ് പോവും. അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും തൊഴുത്തിന്നൊരുത്തി വീട്ടിൽ വന്ന് കേറും. അവന്റെ ജീവിതം കണക്കൂട്ടി എടുക്കുന്നതില് പത്മയ്ക്ക് പിഴച്ചത് രണ്ടിടത്താ. ആ രണ്ട് സ്ഥലങ്ങളും ദുരന്തായിരുന്നു. അല്ലാന്ന് തോന്നുന്നുണ്ടോ നിങ്ങക്ക്? വേണ്ട വേണ്ട, നമ്മൾ വെറുതെ തർക്കിക്കണ്ട. സംസാരിച്ച് ഒരിടത്തും എത്താത്തൊരു കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞിട്ടെന്തിനാ?
ഒന്നുകിൽ താൻ അടങ്ങണം, അല്ലെങ്കിൽ അവൻ അടങ്ങണം. പ്രായവും സ്ഥാനമൊക്കെ വെച്ച് തനിക്കാണത് എളുപ്പം. പ്രായത്തിന്റെയും സ്ഥാനത്തിന്റെയും പരിഗണന എന്നിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കല്ലേ. ഒരു വാക്ക് എനിക്കെതിരെ പറഞ്ഞ പത്മ അതിന് പകരം ചോദിച്ചിരിക്കും. അത് അവനല്ല, ഈ ലോകത്തിലുള്ള ആരായാലും. എവിടേക്കാണോ നീയൊക്കെ? പത്മ, ഈ വഴിയെ പോകുന്നവരോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യം എന്താ? എന്റെ നേർക്കൊരു വണ്ടി പാഞ്ഞു വന്നാ എനിക്ക് അതിനോട് പ്രതികരിക്കാൻ പോലും അവകാശമില്ല. അവകാശമൊക്കെ ഉണ്ട്. പക്ഷെ മകൻ സാരി ഉടുത്തതിന്റെ പേരിൽ പ്രതിഷേധിച്ചാണ് താൻ വണ്ടി ഓടിക്കുന്നതെന്ന് എതിര് വരുന്ന പാവത്തിന് അറിയില്ലല്ലോ. നിങ്ങൾ പേടിച്ചൊന്നും ഇരിക്കണ്ട. ഞാൻ മര്യാദയ്ക്ക് എന്നെ ഓടിക്കുന്നത്. അവിടെ ആരാ നോക്കുന്നത്? എന്താ മോളെ ഒരു ടെൻഷൻ? സൂര്യ സാർ ഇപ്പൊ വരും, ഓഫീസിലേക്ക് പോണം കൂടെ. അതിനെന്തിനാ മോള് പേടിക്കുന്നേ? പേടിക്കാനൊന്നും ഇല്ലേ രാജുവേട്ടാ. ഒന്നാമത് അവിടെ ചെന്ന് ഇടം വലം തിരിയാൻ എനിക്ക് അറിഞ്ഞൂടാ. രാജുവേട്ടന് അറിയില്ല, ആ വാതിൽക്കൽ നിൽക്കുന്ന സെക്യൂരിറ്റി തുടങ്ങി അകത്തോട്ട് അങ്ങോട്ട് കേറിയ ഇംഗ്ലീഷ് 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 ഇംഗ്ലീഷ്. അവരെ സംബന്ധിച്ച് ഞാൻ ചെറിയ ആളാണോ? സൂര്യ സാറിന്റെ ഭാര്യ, അത് കറക്റ്റ്. കമ്പനിയുടെ സിഇഒ. അത് എന്താന്ന് പോലും എനിക്ക് അറിയില്ല. വലിയ വലിയ കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് വരും സംസാരിക്കാൻ. അതൊക്കെ സൂര്യ സാർ അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഒന്നും കാണാതെ മോളെ പിടിച്ച് സാറൊരു സ്ഥാനം തിരുത്തുവോ? ആവോ, എനിക്കറിഞ്ഞൂടാ. അത് മാത്രല്ലെന്നേ, ഇപ്പൊ ഇവിടുന്ന് എന്ത് കഴിഞ്ഞിട്ടാ പത്മാമ്മയുടെ ഇറങ്ങിപ്പോയിരിക്കുന്നേ? എന്ത് കഴിഞ്ഞിട്ട്? ഓ, മറന്നോ രാജേട്ടൻ?